എനിക്ക് കല്യാണം കഴിഞ്ഞ വരെ വേറെ ആരും വലിയ സപ്പോർട്ടില്ല. അമ്മയുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ഒരു പരിധിയുണ്ട്. അമ്മയ്ക്ക് പൈസ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ്റെ കൂടെയാണ് വർക്കിന് പോണത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവള് വന്നേ പിന്നെ ഇവള് ലവ് ചെയ്യുന്ന സമയം തൊട്ട് ഫോൺ വാങ്ങിക്കാൻ ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട് ഉള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങൾ, എൻ്റെ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് പൈസ മേടിക്കും. വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റുന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് പൈസ കിട്ടും. വീട്ടുകാരൊക്കെ അറിയട്ടെ. ഇല്ല, എനിക്ക് പൈസയൊക്കെ തരാറുണ്ട്. അപ്പൊ ഞാൻ ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഞാൻ കൊടുക്കും. അമ്മ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അമ്മേൻ്റെ അടുത്ത് പറയും, എൻ്റെ നിന്ന് കുറച്ച് പൈസ എടുത്ത് മാറ്റി വെച്ചോ, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ എടുക്കാന്ന്. അപ്പൊ ഇവള് എന്ത് ചെയ്യും, അമ്മൻ്റെ അടിച്ചു മാറ്റും. ഇവരിങ്ങനെയാണ്, ഇത് അച്ഛൻ്റെ ഇങ്ങനെ പോവും, അവളെടുത്ത് അപ്പുറത്തേക്ക്. ലാസ്റ്റ് നോക്കുമ്പോൾ നിറയെ പൈസ. എനിക്ക് ഇത്ര 10,000-11,000 രൂപ എത്ര തന്നിട്ടുള്ളൂ. ഇത്രയും പൈസ അടിച്ചു മാറ്റെന്ന് പറയുമ്പോ ഉള്ള അച്ഛൻ ആരായിരിക്കും? അച്ഛന്റെ കയ്യിൽ നല്ല പൈസ ഉണ്ടായിരുന്നു, അപ്പൊ അത് അമ്മക്ക് കൊടുക്കും. അമ്മ എടുത്ത് വയ്ക്കും. അമ്മ എടുത്ത് വയ്ക്കുമ്പോ ഈ ഒരു 60-65 ആണ്. ഈ 65 എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. അപ്പൊ 65 എടുത്ത് മാറ്റി വയ്ക്കും. അങ്ങനെ മാറ്റി ഇതാണ് മിക്ക പോലുള്ളൊരു ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം അല്ലെ? കാമുകനായാലും കാമുകനാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കേട്ടോ. അത് ലാസ്റ്റ് നടക്കോ ഇല്ലോ നമുക്ക് അറിയില്ല. നടക്കുന്ന ബന്ധങ്ങളാണെങ്കിലും സപ്പോർട്ട് ചെയ്യും. അതെങ്ങനെ മുൻകൂട്ടി കാണും? അത് ശരിയാ, അതും പ്രശ്നമാണ്. എന്നാലും അവർക്ക് സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ എങ്ങോട്ടാ പോക്കെന്ന്. എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായി.